ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. യെസ്, ഇന്ന് നമ്മൾ വേറെ എവിടെയില്ല, ആകായത്തിൽ കൂടെ പറന്നുകൊണ്ടിരുന്നപ്പോഴേ താഴെ ഈ കടൽ കണ്ടപ്പോൾ ഒരു ആഗ്രഹം. എന്തായാലും GCC കൺട്രി പോകുന്നു. അവിടെ പോയിട്ട് ഈ കടലിൽ പിടിക്കുന്ന മീനിനെ തന്നെ നല്ല രീതിയിൽ നാട്ടിലത്തെ രീതിയിൽ കറി വെച്ച് കഴിക്കണമെന്നുള്ളത്. സോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, നമ്മുടെ എൽദോ മച്ചാൻ വന്നു, കാറെടുത്തു. നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ഫിഷ് മാർക്കറ്റിലൂടെയാണ് കേട്ടോ. ഫിഷ് മാർക്കറ്റിലാണ് നമ്മളിന്ന് പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ കണ്ട ഒരു അത്ഭുതകരമായ ഒരു ബിൽഡിങ്ങാണ്. ഇതിവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരറിയാമെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയാൽ നേരെ ചന്തയിലെത്തി. കണ്ടില്ലേ, അച്ഛനും ഉണ്ട് കൂടെ. അപ്പോൾ ചന്തയിലെത്തി എൽദോ മച്ചാനും അച്ഛനുമായിട്ട് മീനുകൾ നോക്കാൻ വേണ്ടി അങ്ങനെ പരക്കം പാച്ചിലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ സമയം കൊണ്ട് ഞാൻ ഈ മീനുകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ മീൻ ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫ്രഷാണ് കേട്ടോ. ഇത് ഓരോ മീനും വേറെ ലെവല്, വേറെ വൈബ്, വേറെ മൂഡാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ അവർ ക്ലീൻ ചെയ്ത്, അതായത് ഒറ്റ കഴിവെന്തോ കഴുകിയിട്ട് നല്ല രീതിയിൽ പാത്രത്തിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ പാത്രത്തിൽ ഒന്നൊന്നായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ നീല കളർ ഞണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, പക്ഷേ ഇതിന് ഇവിടെ എന്ത് പേരെന്നും അറിയില്ല കേട്ടോ. കണ്ടില്ലേ, മീൻ ഇത് ഒന്നൊന്നും ഓരോ രകമാണ്. എന്ത് പേരാണ് വിളിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഈ അറബി പേരൊക്കെയാണ് പറയുന്നത്, എനിക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. എന്തായാലും അച്ഛൻ നല്ല രീതിയിൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൽദോ മുമ്പേ പോവുകയാണ്, അച്ഛൻ പുറകെ നിന്ന് എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് നമ്മൾ വന്നാൽ നമ്മളൊരു വൈബ് കാണിക്കണം. അതാണ് മൂടെന്ന് പറയുന്നത്. കണ്ടില്ലേ, ആ മൂഡിലോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. എന്നിട്ട് വീണ്ടും നമ്മളെ തിരച്ചിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. നല്ല രീതിയിലൊരു മീനിനെ മേടിക്കണമല്ലോ, അപ്പോഴിങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പ്രോണിനെയൊക്കെ ഞാൻ കാണുമ്പോഴുണ്ടല്ലോ, പ്രോണിൻ്റെ ഓരോ സൈസ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെയൊക്കെ എന്ന് കിട്ടുമെന്നാണ് ആഗ്രഹിക്കുന്നത്. അമ്മാതിരി പ്രോണാണ് കേട്ടോ. അതേപോലെ മീനിൻ്റെ ഫ്രഷ്നെസ് കാണുമ്പോൾ ഒരു രക്ഷയില്ല, അത് പറഞ്ഞേ പറ്റുള്ളൂ. അതേപോലെ ഞണ്ടുകൾ, എൻ്റെ മച്ചാനെ, കണ്ടില്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ നമ്മളുടെ അയല കുട്ടപ്പൻ അങ്ങനെ മേടിച്ച് ഒരു 2 കിലോ അയല മേടിച്ചിട്ട് അതിന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ അങ്ങോട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടല്ലോ. നല്ല സ്നേഹമുള്ളൊരു ചേട്ടനാണ്, പക്ഷേ പുള്ളിക്കാരൻ നോർത്ത് ഇന്ത്യനാണ്. നമുക്ക് ഹിന്ദിയിലാണ് നമ്മൾ സംഭാഷണമൊക്കെ. അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കട്ട് ചെയ്ത് സ്ലൈസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതിനെ കവറിലോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് പാക്ക് ചെയ്തിട്ട് ഇതാ നമ്മുടെ എൽദോ മച്ചാനും അച്ഛനും ഓരോ പാക്കറ്റ് അങ്ങോട്ട് കൊടുത്ത് അവർ രണ്ടുപേരും അങ്ങോട്ട് നടക്കുകയാണ്. വരുന്ന വഴിയിലാണ് ഇമാതിരി ഒരു പ്രോണിനെ കണ്ടത്. എൻ്റെ മച്ചാനെ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക.